പാകിസ്ഥാനെതിരെ ശക്തമായ തിരിച്ചടി നൽകിയതായി സൈന്യം. അതിർത്തിയിലെ ജനവാസ മേഖലകളിൽ പാകിസ്ഥാന്റെ ആക്രമണം തുടരുന്നു. പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ. ബ്രഹ്മോസ് അടക്കമുള്ള സംവിധാനങ്ങൾ തകർത്തുവെന്ന പാകിസ്ഥാന്റെ പ്രചാരണം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ തെളിവായി ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ഷെല്ലിങ്ങും വെടിവെപ്പും ഡ്രോൺ ആക്രമണവും പാകിസ്ഥാൻ നടത്തിയെന്ന് സ്ഥിരീകരിച്ച വിദേശകാര്യ സെക്രട്ടറി. 6 പാക് സൈനിക കേന്ദ്രങ്ങളും 2 വ്യോമത്താവളങ്ങളും ഇന്ത്യ ആക്രമിച്ചു. സംഘർഷം ലഘൂകരിക്കാനാണ് ഇന്ത്യയുടെ ശ്രമമെന്നും വിക്രം മിസ്രി. രജൌരിയിൽ പാകിസ്ഥാൻ നടത്തിയ കനത്ത ഷെല്ലിങ്ങിൽ സർക്കാർ ഉദ്യോഗസ്ഥനടക്കം 3 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടത് ജമ്മു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥൻ രാജ്കുമാർ ധാപ്പയും 2 പ്രദേശവാസികളും, സ്ഥിരീകരിച്ച് കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. ആക്രമണമുണ്ടായത് രാജ്കുമാറിന്റെ വസതിക്ക് നേരെ. രജൌരിയിൽ തുടർച്ചയായി 4 മണിക്കൂർ പാകിസ്ഥാന്റെ ഷെല്ലിംഗ്. ഹരിയാനയിൽ മിസൈൽ ആക്രമണം തകർത്ത് ഇന്ത്യൻ സൈന്യം. സിർസയിൽ മിസൈൽ ഭാഗങ്ങൾ കണ്ടെത്തി. ഫിറോസ്പൂരിൽ ജനവാസ മേഖലയിലെ ഡ്രോൺ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്, ഒരാൾ ഗുരുതരാവസ്ഥയിൽ. ശ്രീനഗറിൽ പുലർച്ചെ സ്ഫോടന ശബ്ദങ്ങൾ. ജമ്മു വിമാനത്താവളത്തിന് നേരെ ആക്രമണമെന്ന് സംശയം. ഉധംപൂരിലും ബാരാമുള്ളയിലും വൻ പൊട്ടിത്തെറി. പുഞ്ചിലും രജൌരിയിലും കനത്ത ഷെല്ലിംഗ്. വർദ്ധിക്കുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യം അതീവ ജാഗ്രതയിൽ. ജലന്ധറിലും ജമ്മുവിലും സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട്. പുറത്തിറങ്ങരുതെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം. രാജ്യത്തെ 32 വിമാനത്താവളങ്ങൾ ഈ മാസം 12 വരെ അടച്ചു. സംഘർഷം ലഘൂകരിക്കാൻ ലോകരാജ്യങ്ങളുടെ ഇടപെടൽ. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വിദേശകാര്യ മന്ത്രിമാരുമായി സംസാരിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. സമവായ നീക്കവുമായി സൗദിയും. സംഘർഷം ലഘൂകരിക്കണമെന്ന് G7 രാജ്യങ്ങൾ. മലപ്പുറത്ത് നിപ ബാധ സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആരോഗ്യവകുപ്പിന്റെ പനി സർവൈലൻസ് ആരംഭിച്ചു. സർവൈലൻസ് 4 ദിവസങ്ങളിലായി 4749 വീടുകളിൽ. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗിക്ക് മോണോക്ലോണൽ ആന്റിബോഡി നൽകി തുടങ്ങി. നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത് 58 പേർ. രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ ഒരുങ്ങി വിരാട് കോഹ്ലിയും. ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീമിലേക്ക് പരിഗണിക്കരുതെന്ന് BCCIയെ അറിയിച്ചതായി റിപ്പോർട്ടുകൾ. പ്രതികരിക്കാതെ കോഹ്ലി.